വന്യമൃഗങ്ങളുടെ വംശനാശം, പൊല്യൂഷൻ, വനനശീകരണം ഇവയൊക്കെ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ പ്രവൃത്തികൾ മൂലം ഓരോ ദിവസവും ഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ദിവസം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായാൽ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യൻ അപ്രത്യക്ഷമായതിന് മണിക്കൂറുകൾക്ക് ശേഷം ഭൂമി ഇരുട്ടിലാകും. ലോകത്തിലെ എല്ലാ പവർ സ്റ്റേഷൻസും പ്രവർത്തിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസ് കൊണ്ടാണ്. മനുഷ്യൻ ഇല്ലാതാകുന്നതോടെ പവർ സ്റ്റേഷൻ ചാർജ് ചെയ്യാൻ ആരുമില്ലാതാകുന്നു. ലൂബ്രിക്കൻസ് തീരുന്നതോടെ വിൻഡ്മില്ലും, മണൽ അടിഞ്ഞുകൂടുന്നതോടെ സോളാർ പാനൽസിൻ്റെയും പ്രവർത്തനം നിലയ്ക്കും. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് കൊണ്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ മാത്രമേ പ്രകാശം കാണൂ. മനുഷ്യൻ അപ്രത്യക്ഷമായി 2 ദിവസങ്ങൾക്ക് ശേഷം ലോകത്തിലെ എല്ലാ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനും വെള്ളത്തിനടിയിലാകും. മനുഷ്യൻ ഇല്ലാത്തതോടെ അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറന്തള്ളാനുള്ള പമ്പ് ഓപ്പറേറ്റ് ചെയ്യാൻ ആരുമില്ലാതാകുന്നു. ഈ സമയം ഭൂമിയിലെ എനർജി ഉപയോഗം വലിയ തോതിൽ താന്നതോടെ ലോകത്തിലെ എല്ലാ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സും സേഫ്റ്റി മോഡിലേക്ക് സ്വിച്ച് ചെയ്യും. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലെ ന്യൂക്ലിയർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്നത് പൂൾസിലും മറ്റ് വാട്ടർ ഫെസിലിറ്റീസിലുമാണ്. ആളുകൾ ഇല്ലാത്തതോടെ ന്യൂക്ലിയർ ഫ്യൂവൽ സ്റ്റോർ ചെയ്യുന്ന വെള്ളം തണുപ്പിച്ച് നിർത്താൻ ആരുമില്ലാതാകുന്നു. ഇതിനെ തുടർന്ന് ഫ്യൂവൽ റോഡ്സിന് തീപിടിക്കുകയും അത് പിന്നീട് വലിയ ന്യൂക്ലിയർ ഡിസാസ്റ്ററിന് കാരണമാകുന്നു. ഇതിനെ തുടർന്ന് സ്ഫോടനം നടന്ന പ്രദേശത്തെ പ്ലാന്റ്സും ആനിമൽസും റേഡിയേഷൻ മൂലം ചത്തൊടുങ്ങും. ഏറ്റവും വലിയ പ്രശ്നം ലോകത്തിലെ ഡേഞ്ചറസ് ആയ കെമിക്കൽസ് ഉണ്ടാക്കുന്ന കെമിക്കൽ പ്ലാന്റ്സ് സ്റ്റേബിളായി നിൽക്കുന്നത് ഇലക്ട്രിസിറ്റി മൂലമാണ്. പവർ ഇല്ലാത്തതോടെ കെമിക്കൽ പ്ലാന്റ്സ് പൊട്ടിത്തെറിക്കുകയും ഈ കെമിക്കൽസ് അന്തരീക്ഷത്തിലെത്തി പിന്നീടത് കെമിക്കൽ ന്യൂക്ലിയർ വിൻ്ററിന് കാരണമാകുന്നു. അതുകൂടാതെ മലിനജലം ശുദ്ധീകരിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. ഇലക്ട്രിസിറ്റി ഇല്ലാതാകുന്നതോടെ മലിനജലം നദികളും തടാകങ്ങളും പൊല്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇതിനെ തുടർന്ന് നദികളിലെയും തടാകങ്ങളിലെയും മിക്ക ജീവജാലങ്ങളും ചത്തൊടുങ്ങും. ഇവയൊക്കെ ഭൂമിയിലെ ജീവജാലങ്ങളെ നശിപ്പിച്ചില്ലെങ്കിൽ മൃഗങ്ങളായിരിക്കും ഭൂമിയിലെ രാജാക്കന്മാർ. മനുഷ്യൻ അപ്രത്യക്ഷമായതിന് 10 ദിവസങ്ങൾക്ക് ശേഷം വീടുകളിൽ പൂട്ടിയിട്ടിരിക്കുന്ന പെറ്റ്സും ഫാം ആനിമൽസും ഭക്ഷണമില്ലാതെ ചത്തൊടുങ്ങും. വീട്ടിൽ നിന്നും ഫാമിൽ നിന്നും രക്ഷപ്പെടുന്ന മൃഗങ്ങൾ യഥാർത്ഥ വന്യമൃഗങ്ങൾക്കിടയിൽ ഒരിക്കലും സർവൈവ് ചെയ്യില്ല. ആഴ്ചകൾക്ക് ശേഷം ചെറിയ ഡോഗ് ബ്രീഡ്സ് എല്ലാം ഇല്ലാതാകും. വലിയ ഡോഗ്സ് കൂട്ടം കൂടി ചെറിയ ഡോഗ് ബ്രീഡ്സിനെ വേട്ടയാടി ഭക്ഷണമാക്കും. കണക്കുകളനുസരിച്ച് 1 ബില്യൺ പന്നികളും 1.5 ബില്യൺ പശുക്കളും 20 ബില്യൺ ചിക്കൻസും ഭക്ഷണമില്ലാതെ ചത്തൊടുങ്ങുകയോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങൾക്ക് ഭക്ഷണമാകുകയോ ചെയ്യും. 1 മാസത്തിനു ശേഷം ഭൂമിയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും. റോഡുകളും റെയിൽവേ പാതകളും പ്ലാന്റ്സ് കൊണ്ട് മൂടും. മൃഗങ്ങൾ കെട്ടിടങ്ങളിലും വീടുകളിലും താമസമുറപ്പിക്കും. ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന കാട്ടുതീ ആരും അണയ്ക്കാനില്ലാതെ ടൗണുകളും ഗ്രാമങ്ങളും ഈ കാട്ടുതീ മൂലം നശിക്കും. 1 വർഷത്തിനു ശേഷം ഭൂമിയെ വലം വയ്ക്കുന്ന മനുഷ്യനിർമ്മിതമായ സാറ്റലൈറ്റുകൾ ഭൂമിയിലേക്ക് തകർന്നു വീഴും. 3 വർഷത്തിനു ശേഷം ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഭൂമിയിലേക്ക് നിലംപതിക്കും. 25 വർഷങ്ങൾക്ക് ശേഷം റോഡുകളിലും മറ്റു നടപ്പാതകളിലും മരങ്ങളും പ്ലാന്റ്സും കൊണ്ട് നിറയും. മൃഗങ്ങൾ മനസമാധാനമായി ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങും. എവിടെ ഇരയുണ്ടോ അവിടെ പ്രഡേറ്ററും ഉണ്ടാവും. സർവൈവ് ചെയ്ത ഡോഗ് ബ്രീഡ്സ് ചെന്നായ്ക്കളുമായി കൂടിച്ചേർന്ന് ജീവിക്കാൻ തുടങ്ങും. മനുഷ്യൻ ഇല്ലാതാവുന്നതോടെ വായു പൊല്യൂഷൻ ഫ്രീ ആകും. സിറ്റീസായ ലാസ് വേഗാസും ദുബായും മണൽ കൊണ്ട് മൂടും. മരുഭൂമിക്ക് അവകാശപ്പെട്ട ഈ പ്രദേശങ്ങൾ മരുഭൂമി തിരിച്ചെടുക്കും. അതുപോലെ തന്നെ പ്രകൃതിക്ക് അവകാശപ്പെട്ടതെല്ലാം പ്രകൃതി തിരിച്ചെടുക്കും. 300 വർഷങ്ങൾക്ക് ശേഷം മെറ്റൽ കൺസ്ട്രക്ഷൻസായ ഈഫിൽ ടവറും സ്റ്റീൽ ബ്രിഡ്ജുകളുമെല്ലാം തേയ്മാനം വന്ന് തകർന്നു വീഴും. നശിച്ചുപോയ ചതുപ്പുകളും നദികളും വീണ്ടും പ്രത്യക്ഷപ്പെടും. ആയിരക്കണക്കിന് മൃഗങ്ങളും പക്ഷികളും അവരുടെ നഷ്ടപ്പെട്ടുപോയ വാസസ്ഥലത്തേക്ക് തിരിച്ചെത്തും. മനുഷ്യൻ ഇല്ലാതായതോടെ ഇൻഡസ്ട്രിയൽ ഗ്യാസായ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയും. ഇത് ഭൂമിയെ തണുപ്പിക്കും. അതുകൂടാതെ ഓസോൺ ലെയറിനുണ്ടായ ഡാമേജ് പതിയെ ഇല്ലാതാകും. മനുഷ്യൻ ഇല്ലാതായതോടെ കടലിലെ ജീവജാലങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനവുണ്ടാവും. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഷാർക്സും വെയിൽസും തിരിച്ചു വരും. 500 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നതിനുള്ള തെളിവ് ബാക്കി നിൽക്കുന്ന കൺസ്ട്രക്ഷൻസായ പിരമിഡും ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയും മൗണ്ട് റഷുമായിരിക്കും. 50 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഗ്ലാസും പ്ലാസ്റ്റിക്കും മാത്രമായിരിക്കും മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിനുള്ള ആകെ തെളിവ്. 100 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഗ്ലാസും പ്ലാസ്റ്റിക്കും അപ്രത്യക്ഷമാകും. പിന്നീട് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ബാക്കിയുണ്ടാവില്ല. ഒരുപക്ഷെ 300 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിൽ എവിടെയെങ്കിലും യുക്തിസഹമായ മറ്റൊരു ജീവൻ ജനിച്ചേക്കാം. അവർക്ക് മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും ലഭിക്കുകയില്ല. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വളരെ വലുതാണ്. മനുഷ്യൻ പലപ്പോഴും മറന്നുപോകുന്നു, ഭൂമിക്ക് മനുഷ്യനെ ആവശ്യമില്ല, മനുഷ്യനാണ് ഭൂമിയെ ആവശ്യം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ റിലീസായി എന്നറിയുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക.